പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. അതുപോലെ തന്നെ ജീവിത ദുരിതങ്ങൾക്കെതിരെയുള്ള ദൈവിക ശാസന പ്രാർത്ഥനയിലേക്ക്. മനസ്സിൽ പറയുക, കർത്താവേ, നിൻ്റെ അൾത്താരയിൽ എനിക്കും കയറി കുടുംബത്തോടെ സാക്ഷ്യം പറയാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും സഹായിക്കണമേ എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുക. പലതരത്തിലുള്ള വേവലാതികളാണ്. നമ്മുടെ സാക്ഷ്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, എല്ലാ മണ്ഡലങ്ങളിലേക്കും കർത്താവിൻ്റെ അതിസൂക്ഷ്മമായ ശ്രദ്ധയുണ്ടെന്ന്. നിൻ്റെ വിശ്വാസത്തെയും പ്രത്യാശയെയും സർവോപരി ദൈവസ്നേഹത്തെയും നീ പരിശോധിക്കുക. കർത്താവിനോട് വിശ്വാസവളർച്ചയ്ക്കും പ്രത്യാശ തീഷ്ണമാകാനും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. നമ്മൾ ഓരോ ദിവസവും സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം കഴിഞ്ഞപ്പോഴാണ് ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം ലഭിച്ചത്. സാക്ഷ്യങ്ങളുടെ ഓരോ നേച്ചർ, പ്രകൃതി പരിശോധിച്ചാൽ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നുള്ള ദൈവവചനത്തിൻ്റെ സാക്ഷാത്കാരങ്ങൾ നിനക്ക് തിരിച്ചറിയാൻ കഴിയും. എന്നെയും ദൈവ അനുഭവത്തിൻ്റെ സാക്ഷിയായി ഉയർത്തണമേ. ഞാൻ പത്രോസിനെ പോലെ എളിമപ്പെട്ടും മറ്റുള്ളവരെ സഹായിച്ചും കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിത്യത വരെ അവിടുത്തെ കരത്തിൻ്റെ തണലിൽ നിന്നുകൊള്ളാമെന്ന് പ്രതിജ്ഞയെടുക്കുക. ക്യാൻസർ രോഗികൾ ക്യാൻസറുള്ള ഇടങ്ങളിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ക്യാൻസർ രോഗികൾ ക്യാൻസറുള്ള ഇടങ്ങളിൽ കർത്താവിൻ്റെ നാമത്തെ കൈവച്ച് പറയണം, കർത്താവേ, നിൻ്റെ നാമത്തിലാണ് ഞാൻ ഈ കൈവച്ചിരിക്കണത്. ഈ കൈകൾ ഞാൻ പ്രാർത്ഥിച്ച് തീരും വരെ അത് നിൻ്റെ കൈകൾ മാത്രമാണ്. ഞാനൊരു മാധ്യമവും അടയാളവും മാത്രം. നീ തന്നെയാണ് എൻ്റെ ക്യാൻസർ ഭാഗങ്ങളിൽ കൈവച്ചിരിക്കുന്നുവെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് ഏറ്റുപറയുന്നു. നെഞ്ചുവേദനക്കാര്, ശ്വാസകോശ രോഗികൾ, കരൾ രോഗികൾ, കരളിൻ്റെ ഇടങ്ങളിൽ നെഞ്ചത്ത് കൈവെക്കുക. ഉദര രോഗികളുണ്ട്, PCOD, ഫിഷർ രോഗങ്ങൾ, അൾസർ രോഗങ്ങൾ, അരിസസ് രോഗങ്ങൾ, അണ്ഡാശയത്തെ സിസ്റ്റ്, ഗർഭാശയത്തെ സിസ്റ്റ്, യൂട്രസിൻ്റെ ഒരു അണ്ടനാളി എടുക്കപ്പെട്ടവർ, എടുത്ത് മാറ്റപ്പെട്ടവർ, മക്കളില്ലാത്തവർ ഒക്കെ അടിവയറ്റിൽ കൈവച്ച് യേശുനാമത്തിൽ പ്രാർത്ഥിച്ച് ഈ കൈവെപ്പ് കൊണ്ട് എനിക്ക് അൾത്താരെ കയറാൻ കഴിയുമെന്ന് ഈ മനസ്സിൽ വിശ്വാസം പ്രഖ്യാപിക്കുക. ഈ കൈവെപ്പ് കൊണ്ട് ഞാൻ ഒരു നാൾ അൾത്താരെ കയറി ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് ഈ മനസ്സിലേറ്റു പറയുക. കിഡ്നി രോഗികൾ മുതുകിലിൻ്റെ താഴെ ഭാഗങ്ങളിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ടോൺസിൽ രോഗികൾ, തൈറോയ്ഡ് രോഗികൾ, സ്പോണ്ടിലോസിസ് രോഗികൾ കഴുത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. കണ്ണിന് അസുഖമുള്ളവർ, ചെവിക്ക് കേൾവിക്കുറവുള്ളവർ,
ചെവിക്ക് ദൂരമുള്ളവർ, പഴുപ്പുള്ളവർ, പല്ലുവേദനയുള്ളവർ ആയിടങ്ങളിലെല്ലാം കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈശോൻ്റെ കൃപ, അവിടുത്തെ വാഗ്ദാന പ്രകാരം നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, ശരീരത്തിലേക്ക് അവിടുത്തെ ശക്തിയായ അടിപ്പിണറായി അടിച്ചിറങ്ങുമ്പോൾ നീ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus Christ, Lord Jesus Christ, power of His Spirit, touch the fire finger, soak with the precious blood. I know the truth of the Catholic Church, the power of Jesus Christ, with the merit of the Holy Priesthood, I command you, in the name of Jesus Christ, to be healed. Sudhira, hallelujah. ഒരു ചേച്ചി ഇന്നലെ ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നു. എനിക്ക് ഭയങ്കര മുടി കൊഴിച്ചിലായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി തൈലം എടുത്ത് എൻ്റെ മുടിയിൽ തേച്ചു, വിശ്വപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. അപ്പം നിങ്ങൾക്ക് തോന്നുന്നു അതൊരു നിസ്സാര കാര്യമാണ്. നിസ്സാര കാര്യമല്ല. കൃപാസനം വിഷയങ്ങളെ കാണുന്നത് അത് അനുഭവിക്കുന്നവർക്കെല്ലാം സീരിയസ് ആണെന്നുള്ള രീതിയിലാണ്. ഓരോരുത്തരെ അനുഭവിച്ച് കഴിയുമ്പോൾ മാത്രമേ അതെന്തുമാത്രം സീരിയസ് ആണ്, കണ്ടു നിൽക്കുന്ന കാഴ്ചക്കാർ അല്ല, അതനുഭവിക്കുന്ന വ്യക്തിയോട് താതാമ്യപ്പെട്ടിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് മൈന്യൂട്ട് കാര്യം, ചെറിയ കാര്യം, വലിയ കാര്യം ഒന്നും ഈ മതക്കെട്ടിൻ്റെ ഉള്ളിൽ അമ്മമാത പ്രത്യക്ഷപ്പെട്ട സ്വർഗീയമായ ഇടത്തില്ല. എല്ലാവരുടെ വിഷയം എല്ലാവരും സീരിയസ് ആണ്. ഞങ്ങൾ കണ്ണുനീരോടെ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഈ മതക്കെട്ടിൻ്റെ ഉള്ളിൽ കയറുന്ന ഒരു മകൻ പോലും, മകൾ പോലും അനുഭവം പ്രാപിക്കാതെ, ആശ്വാസം പ്രാപിക്കാതെ പുറത്തു പോകാൻ പാടില്ല എന്നാണ് അമ്മയോട് പട്ടാങ്ങിയായിട്ട് പറയണത്. നിങ്ങളുടെ മനസ്സിലുള്ള ഓരോ വിഷയങ്ങളും ഇപ്പോൾ ജീവിക്കണ ദൈവതിരുസന്നിധിയിലെ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥ സമർപ്പിക്കേണ്ട സമയമാണ്. നീ ചോദിക്കണത് എന്തും ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്ത് തരണമെന്നാണ് നീ ആഗ്രഹിക്കണമെന്ന് കർത്താവ് അന്ധനോട് ചോദിച്ചില്ലേ? 10:36 മർക്കോസിൻ്റെ സുവിശേഷമാണ് ഇന്നലെ പറഞ്ഞത്. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കണമെന്ന്. എന്ന് വെച്ചാൽ നിനക്ക് എന്ത് ചെയ്തു തരുവാനും എനിക്ക് കഴിയുമെന്നാണ്. ആ കർത്താവിൻ്റെ മുമ്പിലാണ് ദൈവവേദനെ നീ നിൽക്കണത്. വീട് വിൽക്കണതായാലും ശരി, വീട് വാങ്ങിക്കണതായാലും ശരി, മക്കളെ പഠിപ്പിക്കണതായാലും ശരി, മക്കളുടെ തെറ്റായ ബന്ധങ്ങൾ മാറ്റണതായാലും ശരി, ഭർത്താവിൻ്റെ മദ്യപാനം മാറ്റണതായാലും ശരി, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കണമെന്ന് ചോദിച്ചാൽ നിൻ്റെ ആഗ്രഹം എന്താണ്, നിൻ്റെ ആവശ്യം എന്താണ്, അതുപോലെ നിന്നെ ആശ്വസിപ്പിക്കുവാൻ എൻ്റെ കരങ്ങൾക്ക് ഇനിയും കുറുകിപ്പോയിട്ടില്ലെന്നാണ് കർത്താവ് പറയുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഈ സന്നിധാനത്തിൽ പ്രാർത്ഥിക്കുന്നവരും ഈ ശുശ്രൂഷ അന്യരാജ്യങ്ങളിലും അന്യ സംസ്ഥാനങ്ങളിലും ഇതര ജില്ലകളിലും ഇരുന്നു കൊണ്ട് ആരാധന പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ ജീവിത ആവശ്യങ്ങളിലേക്കും ദൈവത്തിന്റെ ശക്തി ആവശ്യിക്കട്ടെ. മാരക രോഗങ്ങള്, തീരാവേദികള്, ജീവ ദുരിതങ്ങള് യേശു നാമത്തില് മാറിപ്പോട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ.
Praise the Lord. നിങ്ങൾ കൃപാസനം എന്ന് കേൾക്കുമ്പോൾ സന്തോഷം തോന്നണം മനസ്സിൽ. എന്താ കാര്യം? എപ്പോഴും എൻ്റെ സാക്ഷ്യങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം. നിങ്ങളെപ്പോലെയുള്ള കണ്ണീരിൻ്റെ കട്ട പിടിച്ച കാലത്ത് കർത്താവിനെ ആശ്രയിച്ച മക്കൾക്ക് വിടുതൽ ലഭിച്ച ദൈവസ്നേഹത്തിൻ്റെ സാക്ഷ്യങ്ങളാണ് പറയണത്. മനസ്സ് പ്രയാസപ്പെടുമ്പോഴൊക്കെ സാക്ഷ്യങ്ങൾ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കണം. ഉടമ്പടിയെക്കുറിച്ച് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. എങ്ങനെ കർത്താവിൻ്റെ ഭജന മനസ്സ് ജീവിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കണം. നീ ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നിന്നെക്കുറിച്ച് ചിന്തിച്ചോളും. എന്താ കാര്യമെന്നറിയാമോ? ദൈവത്തിൻ്റെ തല നമ്മളെക്കുറിച്ച് ചിന്തിക്കാനാണ്. പൗലോസ് പറഞ്ഞത് ദൈവം നമ്മുടെ തലയാണെന്നാണ് പറഞ്ഞത്, അല്ലേ? മൗലിക ശരീരം. അപ്പം നമ്മൾ ഭൗതിക ശരീരം, നമ്മൾ അവയവങ്ങളാണ്. അപ്പം അവയവങ്ങളെക്കുറിച്ച് ചിന്തിച്ച് തീരുമാനം എടുക്കേണ്ടത് ആരാണ്? തലയാണ്. അപ്പം ദൈവം നമ്മളെക്കുറിച്ച് ചിന്തിക്കണം. അപ്പം നമ്മളെന്ത് ചെയ്യും? നമ്മൾ ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ വചനങ്ങൾ എങ്ങനെ ജീവിതത്തിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ കാര്യത്തിൽ നമ്മൾ വേപൃതനാകും. കർത്താവ് എപ്പോഴും ചിന്തിച്ചുകൊണ്ട് നടന്ന ആളാണ്. ചിന്തിക്കാൻ കർത്താവിന് 12 വയസ്സായപ്പോൾ മുതൽ ചിന്ത തുടങ്ങിയതാണ്. നീ എന്താ ചിന്തിച്ച് എന്നെ മറന്നുപോയോ, നിൻ്റെ അപ്പനെ മറന്നുപോയോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ സ്വർഗീയ അപ്പനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നെന്ന് പറഞ്ഞ്. അതിനെ പറഞ്ഞത് അവൻ്റെ കാര്യത്തിൽ ഞാൻ വേപൃതനായിരിക്കേണ്ടവനാണെന്ന് നിനക്കറിയില്ലേ? 12 വയസ്സ് മുതൽ അപ്പൻ്റെ വീട് കണ്ട കാലം മുതൽ ദേവാലയത്തിൽ ചെന്ന പോലെ അപ്പനെക്കുറിച്ച് ചിന്തിച്ച് സ്വന്തം വീട്ടിൽ വരാൻ മറന്നുപോയ ആളാണ് ഈശോ. ഈശോനോട് നമ്മൾ നമുക്കും പ്രാർത്ഥിക്കണം. അപ്പൻ്റെ വീടിനെക്കുറിച്ച് ഇടയ്ക്കൊക്കെ ചിന്തിക്കണം. അപ്പൻ്റെ വീടിനെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കണം. അപ്പനെക്കുറിച്ച് ചിന്തിക്കണം. ദൈവത്തെക്കുറിച്ച് ചിന്തിച്ച് വരുമ്പോൾ നമ്മളെക്കുറിച്ച് ദൈവം ചിന്തിച്ചുകൊണ്ട് എന്ന് തന്നെയാണ് അവൻ പറഞ്ഞത്. നീ ആദ്യം അപ്പനെക്കുറിച്ച് ചിന്തിക്കുക, ബാക്കിയുള്ളത് ചേർത്ത് നൽകുമെന്ന്. ആദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് ചിന്തിക്കുക, ബാക്കിയുള്ളത് ചിന്തിച്ചാൽ ചേർത്ത് നൽകുമെന്ന്, അന്വേഷിച്ചാൽ ചേർത്ത് നൽകുമെന്ന്. ഉടമ്പടി ദൈവത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. ചിന്തിച്ച് ദൈവത്തെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് നടക്കുമ്പോൾ നമ്മുടെ ഭാരങ്ങളെ കർത്താവ് ഏറ്റെടുത്തോളും. കാര്യം പല കാര്യങ്ങൾക്കും നമ്മൾക്കിപ്പോൾ ഒരു മോള് സാക്ഷ്യം പറഞ്ഞില്ലേ, ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചതാണ്, എപ്പോഴും കേരളത്തിന് പുറത്താണ് ജോലി ചെയ്തത്, ഗൾഫിലും വിദേശത്തും ജോലി ചെയ്തത്. കാരണം എനിക്ക് ഇംഗ്ലീഷിൽ നല്ല കമാൻഡുണ്ട്. അപ്പോൾ അവർക്ക് നല്ല ആ വാക്ക് ഉപയോഗിച്ച കോൺഫിഡൻസ് എന്നാണ്, ആത്മവിശ്വാസം. ചിലപ്പോൾ നമ്മുടെ ആത്മവിശ്വാസങ്ങൾ ചിലപ്പോൾ ടോർപ്പിഡോ ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നിന്നെ തകർത്ത് കളയുകയല്ല, ആത്മവിശ്വാസങ്ങൾക്ക് അപ്പുറത്ത് നിന്നെ അതിജീവിപ്പിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം ദൈവത്തിലുള്ള വിശ്വാസമാണ്. നോട്ട് ബൈ മേറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിന്റെ കഴിവിലല്ല, എൻ്റെ കൃപയാൽ. കൈയടിച്ച് കർത്താൻ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധമായ അൾത്താരയിൽ സാക്ഷ്യം പറയുവാനുള്ള വലിയ കൃപ പരിശുദ്ധ അമ്മയും എൻ്റെ ഈശോപ്പയും എനിക്ക് നൽകിയതിനെ ഓർത്ത് എൻ്റെ പിതാവായ ദൈവത്തിനും പുത്രനായ യേശു ക്രിസ്തുവിനും പരിശുദ്ധ അമ്മയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു.
എൻ്റെ പേര് സിമി വിനോദ്. ഞാൻ സൗദിയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളും ഞങ്ങളുടെ മക്കളും അവിടെയാണ്. ഹസ്ബൻഡ് അവിടെ വർക്ക് ചെയ്യുന്നു. എനിക്ക് 2 മക്കളാണ് ഞങ്ങൾക്കുള്ളത്. മോള് ഫെബ ആൻഡ് തോമസ്. മോള് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മഞ്ചേരിയിൽ MBBS കഴിഞ്ഞ് ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നു. മകൻ ഫെബിൻ ആബു തോമസ് +2 എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു. ഞാൻ അമ്മയുമായിട്ടുള്ള ബന്ധം തുടങ്ങിയത് 2018 അന്ന് പക്ഷേ എനിക്ക് ഉടമ്പടിയെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. പിന്നീട് എൻ്റെ അനിയത്തിയാണ് ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞത്. പക്ഷേ ആദ്യമൊക്കെ പേടിയായിരുന്നു ഉടമ്പടി എടുത്താൽ എനിക്ക് നിബന്ധനകൾ പാലിക്കാൻ പറ്റുമോ എന്ന്. കാരണം ഞങ്ങൾ സൗദിയിലാണ്. അവിടെ വിശുദ്ധ ബലിയോ കുമ്പസാരമോ ഒന്നും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ലായിരുന്നു. പക്ഷേ അമ്മ ആദ്യം ഞങ്ങൾക്ക് ഒരുക്കി തന്നത് വിശുദ്ധ ബലിയിൽ പങ്കുചേരാനും കുമ്പസാരം നടത്തുവാനുമുള്ള വലിയൊരു കൃപയാണ്. അത് ആഴ്ചയിൽ 3 ദിവസം ഞങ്ങൾക്ക് നടന്നു പോകാവുന്ന ദൂരത്തിൽ വിശുദ്ധ ബലിയിൽ പങ്കുചേരാനുള്ള കൃപ നൽകി. അതിനുശേഷം എന്നെ കാറ്റഗിസം ടീച്ചറായിട്ട് തിരഞ്ഞെടുത്തു. 2023 ഓഗസ്റ്റ് 8 ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത്. ആ സമയത്ത് ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് അമ്മ നൽകി. ഉടമ്പടി എടുത്ത് 3-ാമത്തെ ആഴ്ച തന്നെ എനിക്ക് അമ്മയുടെ സാന്നിധ്യം എൻ്റെ വീട്ടിൽ അനുഭവപ്പെട്ടു. ഞാൻ ബൈബിള് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊന്ന് മയങ്ങിപ്പോയി. പെട്ടെന്ന് നോക്കിയപ്പോൾ കൃപാസനത്തിൽ അമ്മ എങ്ങനെയാണോ അൾത്താരയിൽ നിൽക്കുന്നത് അതുപോലെ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നതായിട്ട്, ഞങ്ങളുടെ ആദ്യത്തെ റൂമിൽ വന്ന് നിൽക്കുന്നതായിട്ട് കണ്ടു. പെട്ടെന്ന് ഞാൻ ആരാണെന്ന് നോക്കി ഒന്ന് പേടിച്ചെങ്കിലും പിന്നീട് എനിക്ക് മനസ്സിലായി അതെൻ്റെ അമ്മ തന്നെയാണെന്ന്. കുറച്ച് നേരം എന്നെ നോക്കി നിന്നിട്ട് പോയി. അത് കഴിഞ്ഞ് പിന്നീട് ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകി. പ്രത്യക്ഷീകരണ പ്രാർത്ഥന കാണാതെ ചൊല്ലാനുള്ള കൃപ നൽകി. ഇനി ഞാൻ എൻ്റെ പ്രധാനപ്പെട്ട സാക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ 2024 ജൂലൈ 24 തീർത്ഥാടന ഉടമ്പടി എടുത്തു. അതിനു മുൻപ് എനിക്ക് കൈകൾക്കും കാലുകൾക്ക് തരിപ്പ് അനുഭവപ്പെടാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്ത് തിരിച്ചു പോയപ്പോൾ സൗദിയിൽ അവിടെ ഓർത്തോയെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ വൈറ്റമിൻസ് തന്നു. അത് കഴിഞ്ഞ് ഒരു കുറവുമില്ലായിരുന്നു. പിന്നെ ന്യൂറോളജിസ്റ്റിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു MRI സ്കാൻ ചെയ്യണമെന്ന്. എനിക്ക് ഹോസ്പിറ്റലും പേടിയാണ്, പിന്നെ MRI സ്കാൻ ചെയ്യാനും ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ആ സമയത്ത് അമ്മ കൃപാസനത്തിൽ ഉടമ്പടിയെടുത്ത ഒരു നേഴ്സിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. അങ്ങനെ ആ നേഴ്സിലൂടെയാണ് പിന്നെ മുന്നോട്ട് എന്നെ അമ്മ നയിച്ചത്. അങ്ങനെ ഞാൻ MRI ചെയ്യാൻ പോയി. അവിടെ എനിക്ക് അമ്മയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടു. MRI സ്കാൻ ചെയ്തപ്പോൾ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ നെക്ക് ഡിസ്ക് ബൾജിങ് ആണെന്നും ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം, അല്ലെങ്കിൽ പാരലൈസ്ഡ് ആയിട്ട് പോകാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞു. എങ്കിലും ഞാൻ മോളോടും ചോദിച്ചു. അവളും അവളുടെ HOD കണ്ട് സംസാരിച്ചപ്പോഴും ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന്. പക്ഷെ എനിക്ക് സർജറി ചെയ്യാൻ പേടിയായിരുന്നു. ഞാൻ എൻ്റെ അപ്പായോട് ചോദിച്ചു, അപ്പാ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്, എൻ്റെ ഈശോപ്പയോട്. ഈശോപ്പ എനിക്ക് കുഞ്ഞുനാൾ മുതലേ ഞാൻ അപ്പായെന്നാണ് വിളിക്കുന്നത് ഈശോപ്പയെ. അപ്പോൾ എന്നും എന്നോട് എന്ത് സങ്കടത്തിലും വചനത്തിലൂടെ എൻ്റെ ഈശോപ്പ എന്നോട് സംസാരിക്കുമായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഈശോപ്പ എനിക്ക് നൽകിയത് ലൂക്ക 14:4 യേശു അവനെ അടുത്ത് വിളിച്ച് സുഖപ്പെടുത്തി പറഞ്ഞയച്ചു. ഞാൻ ആമീൻ പറഞ്ഞ വചനം സ്വീകരിച്ചു. എങ്കിലും സർജറി എനിക്ക് പേടിയായിരുന്നു. ആ സമയത്ത് ഡെയിലി ബ്ലെസ്സിങ് മോർണിംഗ് പ്രെയറിൽ ഞാൻ ഈശോപ്പയോട് പ്രാർത്ഥിച്ചു, അച്ഛനിലൂടെ എനിക്കൊരു മെസ്സേജ് തരണം. അതിനു മുൻപ് ഞാൻ അറിയുന്ന ഒരു നേഴ്സ് പറഞ്ഞു, ആ നേഴ്സിനും ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു, ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുത്ത് പൂർണ്ണമായി മാറിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈശോപ്പയോട് പറഞ്ഞു, അച്ഛനിലൂടെ എനിക്കൊരു മെസ്സേജ് തരണം, ഞാൻ ഏത് ട്രീറ്റ്മെൻറ്റിന് പോകണമെന്ന്. അന്ന് അച്ഛൻ പറഞ്ഞത് ശമരിയക്കാരൻ്റെ ഉപമയായിരുന്നു. പരിക്കേറ്റ് കിടന്ന ആ വ്യക്തിയെ അടപ്പ് തുറന്ന് എണ്ണയൊഴിച്ച് ശുശ്രൂഷിച്ച കാര്യം. അപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടത് എണ്ണയൊഴിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ആയുർവേദത്തിലാണെന്ന്. ആ സമയത്ത് ഞാൻ മോൻ അവിടെ +2 ബോർഡിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. ഒക്ടോബർ മാസമാണ്. എങ്കിലും അമ്മ എൻ്റെ ഹസ്ബൻഡിനും പിന്നെ മോൻ്റെ സ്കൂളിൽ നിന്നും ലീവെല്ലാം ശരിയാക്കി ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒത്തിരി പ്രയാസങ്ങളുണ്ടായിരുന്നു. പലരും എന്നോട് പറഞ്ഞു ട്രീറ്റ്മെൻറ്റിന് പോവണ്ട,
ഒന്നും സംഭവിക്കില്ല, അവിടെ തന്നെ നിൽക്കണമെന്ന്. പക്ഷേ ഡോക്ടേഴ്സിൻ്റെ അഭിപ്രായം എല്ലാം എൻ്റെ കുടുംബത്തിൻ്റെ അഭിപ്രായവും പരിഗണിച്ച് ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായി. എങ്കിലും ഞാൻ ഈശോപ്പയോട് പറഞ്ഞു, അപ്പാ എനിക്ക് ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് തിരിച്ച് എൻ്റെ ഈ സൗദിയിൽ ഈ ഭവനത്തിൽ വന്ന് എൻ്റെ ഈശോപ്പയുടെ നാമത്തെ മഹത്വപ്പെടുത്താൻ എനിക്ക് കൃപ നൽകണം. അപ്പോൾ ഞാൻ വചനം ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, മകളെ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക എന്നാണ്. ആ വചനം വിശ്വസിച്ച് ഞാൻ നാട്ടിലേക്ക് വന്നു. ആ സമയത്ത് എനിക്ക് ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ ഡോക്ടേഴ്സിനെ കാണുന്നതിന് മുൻപ് തന്നെ സൗദിയിൽ വെച്ച് ഇതുപോലെ ഉറക്കത്തിൽ ഞാൻ സ്വപ്നം കാണുകയാണ്. ജോസഫ് അച്ഛൻ ഇങ്ങനെ ചോദിക്കുകയാണ്, ആർക്കാ ഇനി ബ്ലെസ്സിങ്സ് വേണ്ടതെന്ന്. ഞാൻ ഓടി ജോസഫ് അച്ഛൻ്റെ കാൽക്കൽ വീണു. അച്ഛൻ എന്നെ അനുഗ്രഹിച്ചപ്പോൾ അടുത്തൊരു കുഞ്ഞ് കുട്ടി നല്ലൊരു പാട്ട് പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ആ കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കണേന്ന്. അപ്പം ഞാൻ അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ അത് ഉണ്ണീശോയാണെന്ന്. അതുപോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞാൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നു. ട്രീറ്റ്മെൻറ്റ് 13 ദിവസത്തെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ആ 13 ദിവസവും അമ്മയുടെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ധ്യാനം കൂടിയും ഒക്കെയാണ് ആ 13 ദിവസം മുന്നോട്ട് പോയത്. ആ 13 ദിവസം പോകുന്നതിന് മുൻപ് തന്നെ എൻ്റെ ഹസ്ബൻഡ് മോന് തിരിച്ചു പോയി. പിന്നീട് 13 ദിവസം വീണ്ടും എനിക്ക് റെസ്റ്റ് നന്നായിട്ട് എടുക്കണം. പിന്നെ മോള് വന്ന് എന്നെ ശുശ്രൂഷിച്ചു. അങ്ങനെ 3 മാസം ഞാൻ റെസ്റ്റിലായിരുന്നു. ആ സമയത്ത് കുറേ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായി. കാരണം ഞാൻ ഹസ്ബൻഡ് വീട്ടിലായിരുന്നു. പിന്നെ ഹസ്ബൻഡും മോളും എല്ലാം തിരിച്ചു പോയി. കുറേ മാനസിക സമ്മർദ്ദങ്ങൾ, സംഘടനകൾ എൻ്റെ ജീവിതത്തിലുണ്ടായി. പക്ഷേ ആ സമയത്തും പരിശുദ്ധ അമ്മ 3 പ്രാവശ്യം ഞങ്ങളെ തേടി അവിടെ വന്നു. അമ്മയുടെ സാന്നിധ്യം ഉറപ്പിച്ചു തന്നു. ഇന്ന് എനിക്കിങ്ങനെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ ഈശോപ്പ പറഞ്ഞതുപോലെ 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തിരിച്ച് സൗദിയിലേക്ക് പോകാനും എനിക്ക് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ എൻ്റെ ഈശോപ്പയുടെ നാമത്തെ മഹത്വപ്പെടുത്താൻ പരിശുദ്ധ അമ്മ ഒരുക്കിയ ഈ വലിയ കൃപയ്ക്ക് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. അടുത്ത സാക്ഷ്യം ഞാൻ എൻ്റെ മകളിലേക്ക് കൊടുക്കുന്നതാണ്. അവൾ പറയും. മാതാവിനും ഈശോപ്പയ്ക്കും ഒരുപാട് സ്തുതി. എൻ്റെ പേര് ഫെബ. ഞാൻ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മെഡിസിൻ പ്രിപ്പറേഷനും അതിൻ്റെ കൂടെ അഡ്മിഷൻ പ്രൊസീജിയറിൻ്റെ ഇടയ്ക്കൊക്കെ എനിക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്ന വചനം ഇശയ്യാ 41:13 കർത്താവ് എന്നും എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് ഉറപ്പിച്ചു തന്ന വചനമാണത്. ആ വചനം വെച്ച് തന്നെയാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അഡ്മിഷൻ പ്രൊസീജിയർ, പിന്നെ എൻ്റെ ഓരോ ഫസ്റ്റ് ഇയർ തൊട്ടുള്ള എല്ലാ എക്സാമും, അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നിന്നുള്ള ഉപ്പും ഇവിടുത്തെ തൈലവും ഉപയോഗിച്ചാണ് ഞാൻ എക്സാമും എല്ലാം എഴുതിക്കൊണ്ടിരുന്നത്. അങ്ങനെ എല്ലാ ഇയറും ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാവാനും ഫൈനൽ ഇയറും ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി ഹൗസ് സർജൻസി കയറാനുള്ള കൃപയെ എനിക്ക് തന്നു. ഇനിയുള്ള എൻ്റെ എല്ലാ പരീക്ഷകളിലും മാതാവിൻ്റെ ഉപ്പും ഇവിടുത്തെ വ്യഞ്ജരിച്ച വസ്തുക്കളും ഉപയോഗിച്ച് എഴുതി ഉയർന്ന വിജയം മാതാവ് എനിക്ക് കരസ്ഥമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മകന് കൊടുക്കുന്നതാണ്. എൻ്റെ പേര് ഫെബിൻ. 10ാം ക്ലാസ് ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് സയൻസ് സ്ട്രീമിലേക്ക് കയറാനുള്ള മാർക്കില്ലായിരുന്നു. അപ്പോൾ അവരൊരു റീടെസ്റ്റ് നടത്തിയിരുന്നു. ആ റീടെസ്റ്റ് നടത്തിയപ്പോൾ അമ്മയുടെ സഹായത്താൽ എനിക്ക് 3rd റാങ്ക് കിട്ടി, കയറാൻ പറ്റി. 11th തുടങ്ങിയതോടെ എനിക്ക് മാത്സ് ഭയങ്കര പാടായിരുന്നു. മാത്സ് എത്ര പഠിച്ചാലും എനിക്ക് അത്രയും മാർക്കൊന്നും കിട്ടുന്നില്ലായിരുന്നു. പിന്നെ എല്ലാം ദിവസവും പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. അത് ചൊല്ലി പിന്നെ മാത്സ് എനിക്ക് എല്ലാം നന്നായിട്ട് പഠിക്കാനും നല്ല മാർക്ക് കിട്ടാനും മാതാവ് സഹായിച്ചു. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം ഉടമ്പടി എടുത്തപ്പോൾ 3 കെട്ട് പത്രം വാങ്ങിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി രാവിലെ തന്നെ ഭക്ഷണമൊന്നും കഴിക്കാതെ ഹോസ്പിറ്റലിൽ പോയി. അത് എനിക്ക് കൃപാസന അമ്മയെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും പറഞ്ഞു കൊടുത്ത് പത്രം വിതരണം ചെയ്യാനുള്ള വലിയൊരു കൃപ എനിക്ക് ലഭിച്ചായിരുന്നു. അതുകൂടാതെ സൗദിയിലും ഇതുപോലെ തന്നെ മറ്റുള്ളവരോട് കൃപാസന അമ്മയെക്കുറിച്ച് പറയുവാനും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് പറയാനും, അങ്ങനെ 2-3 പേര് വന്ന്, എൻ്റെ അനിയത്തിയും വന്നു, പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട്, അവർ വന്നിട്ടുണ്ട്. ഉടമ്പടി എടുത്തിട്ടില്ല, അവർ ഉടമ്പടി എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ മറ്റുള്ളവരോട് എനിക്ക് അമ്മയെക്കുറിച്ച് ഈശോപ്പയെക്കുറിച്ച് പറയാനുള്ള വലിയ കൃപ കിട്ടി. അതുകൂടാതെ പള്ളികളിൽ ഇങ്ങനെ പേപ്പർ കിടക്കുമ്പോൾ അതെടുത്ത് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുമായിരുന്നു.
പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ മുതൽ മറ്റുള്ളവരെ സഹായിക്കും എൻ്റെ മാതാപിതാക്കൾ. അത് കണ്ടാണ് ഞാൻ വളർന്നത്. ഹസ്ബൻഡ് വീട്ടിൽ ചെന്നപ്പോൾ അവിടെയും വൃദ്ധസദനങ്ങളിൽ പോകും, ഭക്ഷണം കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വൃദ്ധസദനങ്ങളിൽ പോകും, ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും, അവരോട് സംസാരിക്കും. പിന്നെ ഫേസ്ബുക്കിൽ അങ്ങനെയൊക്കെ കാണുന്ന രോഗികൾക്ക് സഹായം അയച്ചു കൊടുക്കും. മറ്റുള്ളവരുടെ സങ്കടം കേൾക്കുമ്പോൾ അവരെ സഹായിക്കാനുള്ള ഒരു വലിയ കൃപയും എല്ലാം ഈശോപ്പൻ നൽകിയിട്ടുണ്ട്. എനിക്ക് തോന്നിയത് കൃപാസനം എന്ന ഈ പുണ്യഭൂമി വചനം പറയുന്നുണ്ടല്ലോ, സ്വർഗത്തിൽ നിങ്ങൾ നിക്ഷേപം കരുതി വയ്ക്കുവിൻ, അവിടെ പുഴുക്കളോ കീടങ്ങളോ കള്ളനോ ഒന്നും അത് നശിപ്പിച്ച് കളയുകയില്ല എന്ന്. അപ്പോൾ കൃപാസനം എന്ന ഈ പുണ്യഭൂമി നമ്മളുടെ ഒരു സേവിങ്സ് ബാങ്കായിട്ടാണ്, സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുന്ന ഒരു സേവിങ്സ് ബാങ്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ നിക്ഷേപം കരുതി വയ്ക്കുമ്പോൾ സ്വർഗത്തിൽ അത് ആരും മോഷ്ടിക്കാതെ നമ്മൾക്ക് അവിടെ ചെല്ലാനുള്ള വലിയൊരു കൃപ നമുക്കതിലൂടെ ലഭിക്കും. അതിന് ഒത്തിരി നന്ദി ഞാൻ പറയുന്നു. ഇനിയും മുന്നോട്ട് എനിക്ക് പിന്നീട് നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയാനുള്ളത്, നമ്മൾ കാരുണ്യ പ്രവൃത്തികൾ നമ്മൾ സഹായം ചെയ്യുന്ന ഒക്കെയുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾക്ക് നമ്മുടെ ഒരു വാക്ക് കൊണ്ട് ഒരാളെ തളർത്തി കിടത്താനും ഒരു വാക്ക് കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിക്കാനും സാധിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് സങ്കടങ്ങൾ മറ്റുള്ളവർ പറയുമ്പോൾ നമ്മളുടെ ശക്തിയല്ല, നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ബലഹീനനായ ഒരു വ്യക്തിയാണെങ്കിൽ ആ ബലഹീനതയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. അല്ലാതെ ഞാൻ ശക്തിയുള്ളതാണ്, എനിക്ക് എന്തും സഹിക്കാനുള്ള ധൈര്യമുണ്ട്, പക്ഷെ മറ്റുള്ളവർക്ക് അത് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മൾ അവരുടെ ബലഹീനതയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ചേർത്ത് പിടിച്ച് അവരോട് നല്ല വാക്കുകൾ പറഞ്ഞ് അവരുടെ കൂടെ നിൽക്കുന്നതാണ് ഏറ്റവും വലിയൊരു കാരുണ്യ പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് പലരുടെയും പ്രശ്നങ്ങൾ ചേർത്ത് പിടിക്കാൻ ഒരാളില്ലാത്തതാണ്. അപ്പോൾ അത് നമ്മൾ ഈ മണ്ണിൽ നമ്മളെല്ലാം ഒരേ അമ്മയുടെ മക്കളാണ്. അപ്പോൾ നമ്മൾക്ക് ഉള്ള വലിയൊരു കാരുണ്യ പ്രവൃത്തി അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ വാക്കുകൊണ്ട് ഒരാളെ ഉയർത്തിയെടുക്കാൻ പറ്റുന്നത്, അതും കർത്താവിൻ്റെ നാമത്തിൽ ഉയർത്തിയെടുക്കാൻ പറ്റുന്നത്, അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നുന്നത്. ഒരിക്കൽ കൂടി പരിശുദ്ധമായ ഈ അൾത്താരയിൽ എൻ്റെ അമ്മയുടെയും ഈശോപ്പയുടെയും സാന്നിധ്യത്തിൽ എനിക്കിങ്ങനെ ഒരു സാക്ഷ്യം പറയാനുള്ള വലിയ കൃപ നൽകിയതിന് എൻ്റെ ആബാ പിതാവിനും എൻ്റെ ഈശോപ്പയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.